അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നും ഞാനൊരു റമദാൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ നോമ്പിനടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്നത്തെ ദിവസം നോമ്പ് തുറക്കാനുണ്ടാക്കിയ ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഒരു റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കുഴിമന്തി. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കുഴിമന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ചിക്കനും 5 പീസ് വീതമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാത്തതും എടുക്കാം, പക്ഷേ സ്കിന്നോട് കൂടിയിട്ടുള്ളതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലെല്ലാം ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ, മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ നല്ലോണം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസിലും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ വലിയൊരു ബോൾ വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളി എപ്പോഴും ഇഞ്ചിയേക്കാളും കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 നാരങ്ങയുടെ ജ്യൂസാണ്. അപ്പോൾ അതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 ചിക്കൻ മാഗി ക്യൂബ്സാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ മാഗി ക്യൂബ്സ് ഒന്നും അത്ര ഹെൽത്തി ഒന്നുമല്ല, പക്ഷെ എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പുറത്തൊന്നും പോയിട്ട് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിക്കലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് റെഡ് ഫുഡ് കളറാണ്. അതും ഈ പറഞ്ഞ പോലെ അത്ര ഹെൽത്തി ഒന്നുമല്ല. പിന്നെ ആ ഒരു എന്താ പറയുക, മന്തിയുടെ ലുക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാലുള്ളൂ ആ ഒരു ലുക്കൊക്കെ കിട്ടുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഞാനിവിടെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ, കാരണം നമ്മൾ മാഗി ക്യൂബ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നല്ലോണം ഉപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പം ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാ ചിക്കൻ പീസിലും ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കാൻ മറന്നതാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് കെൻസ് ഇവിടെ ഓറിയോ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഷേക്കാണ് പ്ലാൻ ചെയ്തതെങ്കിലും അത് ജ്യൂസായിട്ടാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റിയതുള്ളൂ. കാരണം കറണ്ട് കുറേ നേരം ഇല്ലായിരുന്നതുകൊണ്ട് ഐസായി കിട്ടിയില്ല പാലൊന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല ഐസായിട്ടുള്ള പാലാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഐസ് ആയിട്ടില്ലായിരുന്നു, തണുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനിടയിൽ നമുക്ക് മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഒന്ന് നല്ലോണം കഴുകിയിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനി മന്തിയിലേക്ക് തൂമ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. തൂമിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയുന്നുണ്ട്. 4 മുട്ടയിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസ്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ തൂമ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മന്തിയിലേക്ക് ഒരു ചട്നി കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 തക്കാളിയാണ് എടുത്തത്, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു വലിയ ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം
വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പീസെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസെല്ലാം ഒരു പാനിൽ നിരത്തി വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 10 ഗ്രാമ്പൂ, ഒരു 2-3 പീസ് കറുകപ്പട്ട, പിന്നെ കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു 10-20 മിനിറ്റോളം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. 2 ഉണക്കനാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ നേരം കുതിർത്തെടുത്ത അരിയാണിത്. അപ്പോൾ ഇത് ബസ്മതി റൈസാണ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തിളപ്പിച്ചൂറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം പുറത്ത് സ്റ്റൗവിൽ വെക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് പട്ടയും ഗ്രാമ്പും അതുപോലെ കുരുമുളകുമാണ് ഇത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും. ഇത് നമുക്ക് റൈസ് വേവിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പും കുരുമുളകും ഇട്ട് കൊടുത്തു. റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിലിൽ നിന്ന് ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് തുറന്ന് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ റൈസ് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ വേകണം കേട്ടോ. പക്ഷേ അധികം വെന്ത് ഉടയാനും പാടില്ല. ഇനി നമുക്കിത് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഈ റൈസ് ചൂടോടെ തന്നെ നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം 20 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഈ വേവിച്ചിട്ടുള്ള റൈസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോഗ്രാം അരിയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവൻ ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ ഇനി ഒരു 5-6 പച്ചമുളക് ഒന്നും ചെയ്യാതെ, കീറോ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനിലേക്കും റൈസിലേക്കും ഒക്കെ ആയിട്ട് ഒരു ഏകദേശം ഒരു 1.5 കപ്പോളം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നല്ലൊരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് കത്തിച്ചതിന് ശേഷം ഒരു ചെറിയ ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു റൈസിന് മുകളിൽ വെച്ചിട്ട് കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ അതിലൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് പുകഞ്ഞു വരുമ്പോൾ ആ ഒരു സ്മോക്ക് അതിനുള്ളിലേക്ക് തന്നെ ആക്കിയിട്ട് വേഗത്തിൽ അടച്ചു വെക്കുക. ഇനി ഇതൊരു വെരി ലോ ഫ്ലെയിമിൽ 15 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ബാങ്കൊക്കെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. കെൻസവൻ്റെ ഓറിയോ ഷേക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഐസ്ക്രീമും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഓറിയോ ഷേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ആ ഒരു പച്ചമുളകിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് റൈസ് എല്ലാം നമുക്കൊന്ന് മാറ്റിയിട്ട് അടിയിലുള്ള മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനൊക്കെ ഉടയാതെ ഇങ്ങനെ എടുത്തു മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളി കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ അന്നത്തെ ദിവസം തരിക്കഞ്ഞൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഓറിയോ ഷേക്കും ലൈം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. കെൻസിൻ്റെ ഓറിയോ ഷേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഇപ്പോൾ റൈസും നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. ബൈ.